Coming to the second type of guidance program, which is vocational guidance. So it's an assistance provided for selection of a vocation and preparation for the same. സോ മുന്നോട്ടുള്ള കരിയർ ഏതൊക്കെ ഏരിയയിലാണ് വർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് വൊക്കേഷനാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന എന്നുള്ള ആ ഒരു ഗൈഡൻസ് കൊടുക്കുകയും അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സർവീസാണ് വൊക്കേഷണൽ ഗൈഡൻസ്. It's concerned with enabling students to acquire information about career opportunities, career growth as well as training facilities. സോ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെ അവൈലബിൾ ആണ്, കരിയർ ഗ്രോത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതിനുള്ള ട്രെയിനിങ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് വൊക്കേഷണൽ ഗൈഡൻസ്. The main functions are enable the students to discover information about themselves, their abilities, interests, needs, ambitions, etc., so that they can choose the most appropriate career for them. Providing them information about the advantages and disadvantages of different occupations and educational courses, the qualifications necessary for entry into them. സോ ഒരാളുടെ മുൻപിൽ 3 ചോയ്സസ് ആണ് ഫൈനലി ഉള്ളതെങ്കിൽ മൂന്നിൻ്റെയും പ്രോസും കോൺസും പറഞ്ഞു കൊടുക്കുകയും അല്ലെങ്കിൽ നല്ല വശവും ചീത്ത വശവും പറഞ്ഞു കൊടുക്കുകയും ഈ മൂന്നും അവെയിൽ ചെയ്യാനായിട്ട് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് അവർക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിന് ഈ ഒരു വൊക്കേഷണൽ ഗൈഡൻസ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. So it helps them to provide the advantages as well as disadvantages of different occupations as well as the qualifications which are necessary for attaining them. To orient them to help agencies available to them and to alert them to future decision making points in their career. സോ ഹെൽപ്പിംഗ് ഏജൻസീസ് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ ഏജൻസീസ് ആണ്, എന്തൊക്കെ ഡിസിഷൻസ് ആണ് ഫെർദർ എടുക്കാൻ പറ്റുന്നത്, ഇതിലൊക്കെ ഒന്ന് ഹെൽപ്പ് ഔട്ട് ചെയ്യാനായിട്ട് വൊക്കേഷണൽ ഗൈഡൻസ് ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രൊമോട്ട് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ടു ഡെവലപ്പ് എഡ്യൂക്കേഷണൽ ആൻഡ് ഒക്യുപ്പേഷണൽ പ്ലാൻസ്. സോ സ്വയം ഒന്ന് മനസ്സിലാക്കാനായിട്ടും സ്വന്തം ഇഷ്ടങ്ങൾ അനുസരിച്ച് ഉള്ള എഡ്യൂക്കേഷണൽ ആൻഡ് വൊക്കേഷണൽ പ്ലാൻസ് മുന്നോട്ട് വെക്കാനായിട്ടും കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വൊക്കേഷണൽ ഗൈഡൻസ് വുഡ് ബി ഹെൽപ്ഫുൾ. പ്രൊവൈഡിങ് പ്ലേസ്മെൻറ്റ് സർവീസസ് ടു ഹെൽപ്പ് ദം ടു ഇംപ്ലിമെൻറ്റ് ദോസ് പ്ലാൻസ്. സോ നമ്മളുടെ ഡ്രീം കരിയറിനെ അച്ചീവ് ചെയ്യാനായിട്ട് പ്ലേസ്മെൻറ്റ് സർവീസസ് ക്യാമ്പസിൽ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ വൊക്കേഷണൽ ഗൈഡൻസ് സഹായിക്കും. പ്രൊവൈഡിങ് ഫോളോ അപ്പ് സർവീസസ് ടു ഹെൽപ്പ് ദം. ഒരു കുട്ടി ഒരു ജോബിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കോളേജിൻ്റെ റെസ്പോൺസിബിലിറ്റി അവിടെ തീർന്നിട്ടില്ല, അതിന് പകരം ആ കുട്ടി എങ്ങനെ അവിടെ പെർഫോം ചെയ്യുന്നു, എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മൾ ഇനി കരിക്കുലത്തിൽ വരുത്തേണ്ടത്, സോ ദാറ്റ് ദ ഷോർട്ട് കമ്മിങ്സ് ഓഫ് ദ പ്രസൻറ്റ് ബാച്ച് ക്യാൻ ബി ടേക്കൺ കെയർ ഓഫ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫോളോ അപ്പ് സർവീസസ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ദാറ്റ് ഈസ് പ്രൊവൈഡിങ് ഫോളോ അപ്പ് സർവീസസ് ടു ഹെൽപ്പ് ദം. ആ കുട്ടികളുടെ പോരായ്മകളെ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ പോരായ്മകളെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഫോളോ അപ്പ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ട്രെയിൻ സ്റ്റുഡൻസ് ഫോർ ഓൺടർപ്രണർഷിപ്പ്. സോ സ്വന്തം കാലിൽ നിൽക്കാനായിട്ടും സ്മോൾ സ്കെയിൽ ബിസിനസ്സൊക്കെ തുടങ്ങാനായിട്ടും കുട്ടികളെ ട്രെയിൻ ചെയ്യാനായിട്ട് വൊക്കേഷണൽ ഗൈഡൻസ് ഇസ് ഹെൽപ്ഫുൾ. കമ്മിങ് ടു ദ തേർഡ് ടൈപ്പ്, നമ്മൾ 2 ടൈപ്പ് ഓൾറെഡി കണ്ടു. ഇറ്റ് ഇസ് ദ തേർഡ് ടൈപ്പ് വിച്ച് ഇസ് പേഴ്സണൽ ഗൈഡൻസ്. So it refers to the guidance offered to the students for enabling them to adjust themselves to their environment. So ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു എൻവയൺമെൻറ്റ് അതുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ കുട്ടികളെ സഹായിക്കാനായിട്ടുള്ള ഒരു പ്രോസസ്സാണ് പേഴ്സണൽ ഗൈഡൻസ്. The major functions of personal guidance are help the students to improve their own mental health. So mental health അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കുട്ടികളെ സഹായിക്കുക. Assist students in becoming progressively responsible for their own development. നമ്മളുടെ സ്വന്തം ഡെവലപ്മെൻറ്റ് നമ്മളുടെ ഓൺ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുക. പലപ്പോഴും നമ്മളൊക്കെ പഠിക്കാൻ പോകുന്നത് പേരൻസ് വീട്ടിൽ ശല്യപ്പെടുത്തി ഒരു രക്ഷയില്ലാണ്ട് എങ്ങനെയെങ്കിലും പോയി പഠിച്ചിട്ട് വരാമെന്ന് കരുതിയിട്ടാവും അല്ലേ. അല്ലെങ്കിൽ മുന്നോട്ട് കരിയറൊക്കെ ചൂസ് ചെയ്യുമ്പോൾ
അവിടെയും പേരൻസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആയിരിക്കും. അമ്മ പറഞ്ഞുകൊണ്ട് ഇതിന് പോവാം, അല്ലെങ്കിൽ അപ്പ പറഞ്ഞുകൊണ്ട് ഇതിന് പോവാം. അതിനേക്കാൾ ഉപരി സ്വന്തം ഡെവലപ്മെൻറ്റ്, സ്വന്തം റെസ്പോൺസിബിലിറ്റി ആണെന്ന് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പേഴ്സണൽ ഗൈഡൻസ് ഇസ് ഹെൽപ്ഫുൾ. Assist students to understand and resolve their educational emotional problems. സ്വന്തം ഇമോഷണൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ റിസോൾവ് ചെയ്യാം എന്ന് കുട്ടികളെ പ്രാപ്തരാക്കാനായിട്ട് പേഴ്സണൽ ഗൈഡൻസ് മേ ബി ഹെൽപ്ഫുൾ. Assist students in exploring various mechanisms of adjustment. സോ ഒരു കാര്യവുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് കോപ്പിംഗ് മെക്കാനിസംസ്, അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പേഴ്സണൽ ഗൈഡൻസ് വുഡ് ബി ഹെൽപ്ഫുൾ. Assist to control our emotions. So for example, നമ്മൾ നേഴ്സസ്, വി മേ ഫേസ് ഡെത്ത് അല്ലേ, നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിനെ മരിച്ചെന്ന് വരാം. അല്ലെങ്കിൽ നമ്മളുടെ ടീമിൽ അങ്ങോട്ട് ഇങ്ങോട്ടും വഴക്കുണ്ടായിട്ട് ഒരു ഡോക്ടർ വന്ന് നമ്മളുടെ അടുത്തൊന്ന് ചൂടായെന്ന് വരാം. ആൾക്ക് വേറെ എവിടെ നിന്നെങ്കിലും ഉള്ള ദേഷ്യം നമ്മുടെ അടുത്ത് തീർത്തെന്നാവും. പെട്ടെന്ന് നമ്മളുടെ വീട്ടിലെ സ്വഭാവം വെച്ചിട്ട് എന്താ ചെയ്യുക, തിരിച്ചങ്ങോട്ട് ദേഷ്യപ്പെടും. അങ്ങനെ ആകെ പടാലമ്പാവും അല്ലേ. സോ അങ്ങനെ നഴ്സസ് എന്ന് പറയുമ്പോൾ ദർ മേ ബി മെനി ഇമോഷൻസ് ദാറ്റ് മേ പ്ലേ ഇൻ അവർ പ്രൊഫഷൻ. സോ ആ ഒരു ഇമോഷൻസിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കീപ്പ് ചെയ്ത് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഒരു പ്രൊഫഷണൽ നേഴ്സായിട്ട് പെരുമാറാൻ ഹെൽപ്പ് ചെയ്യാൻ പേഴ്സണൽ ഗൈഡൻസ് വുഡ് ബി ഹെൽപ്ഫുൾ. അസിസ്റ്റ് ഡീൽ വിത്ത് ഡിഫിക്കൽട്ടീസ് ഓഫ് പേഴ്സണൽ ആസ് വെൽ ആസ് അക്കാഡമിക് ലൈഫ്. സോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, സ്വന്തം ലൈഫിലുണ്ടാവുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ അക്കാഡമിക് ലൈഫിലുണ്ടാവുന്ന പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. Helping students to develop interpersonal skills or IPR skills helps students to accept themselves and others. സ്വയം അക്സെപ്റ്റ് ചെയ്യാനും അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിന് രണ്ടിനും കുട്ടികളെ ഹെൽപ്പ് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് സ്റ്റുഡൻസ് ടു സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് കോ എഡ്യൂക്കേഷൻ. സോ പലപ്പോഴും പലയിടത്തും മിക്സ് സ്കൂളിന് പകരം ഈ ഗേൾസ് സ്കൂൾ അല്ലെങ്കിൽ ബോയ്സ് സ്കൂളിലൊക്കെ പഠിച്ചിട്ട് വരുന്ന കുട്ടികളാകുമ്പോൾ മിക്സ്ഡ് എഡ്യൂക്കേഷൻ വരുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, പരസ്പരം സംസാരിക്കാനൊക്കെ ആയിട്ട്. സോ അങ്ങനെ കോ ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിൽ അവരെ ഒന്ന് ഹെൽപ്പ് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് സ്റ്റുഡൻസ് ടു മെയിൻറ്റെയിൻ ഹെൽത്തി ഹെറ്ററോസെക്ഷൽ റിലേഷൻഷിപ്സ്. സോ ഒരു റിലേഷൻഷിപ്പിലെ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി ഒക്കെ കീപ്പ് അപ്പ് ചെയ്യാനായിട്ടും ഈ ഒരു പേഴ്സണൽ ഗൈഡൻസ് ദാറ്റ് വുഡ് ബി വെരി ഹെൽപ്ഫുൾ. The other functions are to assist with stress in productive manner. സോ സ്ട്രെസ് എപ്പോഴും നല്ലതാണ് എന്ന് പറയല്ലേ, ആ ഒരു സ്ട്രെസ്സിനെ പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അസിസ്റ്റ് സ്റ്റുഡൻസ് ടു ഓവർകം ദ ടൈംസ് ഓഫ് ടെർമോയിൽ ആൻഡ് കൺഫ്യൂഷൻ. സോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു പ്രശ്നങ്ങളെ ഒന്ന് നേരിടാനായിട്ടും ആ ഒരു കൺഫ്യൂഷൻസിനെ ഒന്ന് റിസോൾവ് ചെയ്യാനായിട്ടും പേഴ്സണൽ ഗൈഡൻസ് വുഡ് ബി ഹെൽപ്ഫുൾ. Help students to find suitable accommodation if needed and to adjust with the hostel life. So ആദ്യമായിട്ട് ഹോസ്റ്റലിലേക്കൊക്കെ പോകുമ്പോൾ വി മേ ഹാവ് ഹോം സിക്നെസ് അല്ലേ, ഹോസ്റ്റലിൽ എത്ര നാൾ താമസിച്ചാലും ചിലപ്പോൾ അത് മാറിയൊന്നും വരില്ല. സോ അങ്ങനെ ഹോം സിക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പേഴ്സണൽ ഗൈഡൻസ് മേ ബി ഹെൽപ്ഫുൾ. So that was about the first three types of guidance. The next type is social guidance. Enable the students to make substantial contributions to the society, assume leadership, conform to the social norms, work as a team member, develop healthy and positive attitudes, appreciate the problems of the society, respect opinion as well as sentiments of fellow humans. സോ പലപ്പോഴും കുട്ടികൾക്ക് കുറേ നോളജ് കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലേ, സോഷ്യൽ ബീയിങ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയിൽ ഒരു ഹെൽത്തി മെമ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനാണ് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കുട്ടീനെ പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ദിസ് ഇസ് വെയർ സോഷ്യൽ ഗൈഡൻസ് മേ വർക്ക് ഔട്ട്. സോ ദിസ് ഹെൽപ്സ് എ സ്റ്റുഡൻസ് ടു make substantial contributions to the society, assume leadership, conform social norms, work as a team member, develop healthy and positive attitudes, appreciate the problems of the society, respect opinion and sentiments of fellow humans. The major purpose is to develop good citizens. For example, നമ്മളുടെ കോളേജിൽ ഇപ്പോൾ നടക്കുന്ന 1 meal 1 family program, that is അത് കോളേജ് ആക്ടിവിറ്റി അല്ല, അക്കാഡമിക് ആക്ടിവിറ്റി ഇല്ല, മറിച്ച് ആ ഒരു സോഷ്യൽ
റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതിനൊക്കെ കേപ്പബിൾ ആക്കുകയാണ് കുട്ടികളെ ഇവിടെ ചെയ്യുക. അങ്ങനെ ഒരു മാതൃക കുട്ടികൾ ഇപ്പോഴേ ചെയ്ത് പഠിക്കുമ്പോൾ ഇറ്റ് വിൽ ബെനിഫിറ്റ്